ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പേര് അവൾ അപരാധിക്കുകയാണ്. പറഞ്ഞു വന്നത് ആരെ പറ്റിയാണെന്ന് അയ്യോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറെ അപരാധങ്ങൾ ഉണ്ടായിട്ട് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം മാമിയുടെ കഥകളാണ്. മാമി എന്ന് പറഞ്ഞ മാമി സംഘടനയുടെ കഥയാണ് ലക്ഷ്മിപ്രിയയുടെ അപരാധങ്ങൾ. ഇന്നത്തെ എക്സ്ക്ലൂസീവ് വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട് നീളെ നടന്ന് അപരാധിച്ച നീനാക്കുറുപ്പിനെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ലക്ഷ്മിപ്രിയ. കാസിരംഗ നാഷണൽ പാർക്കിലെ കാണ്ടാമൃഗങ്ങൾ എല്ലാവരും ഇപ്പം വന്ന് ലക്ഷ്മിപ്രിയയുടെ വീടിന്റെ മുന്നിൽ സമരം ചെയ്യുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. കാര്യം തൊലിക്കട്ടിയുടെ കാര്യത്തിൽ കാണ്ടാമൃഗങ്ങളെ പിന്നിലാക്കി. എന്താണെങ്കിലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ആലപ്പി അഷ്റഫാണ് ആ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്, പുള്ളിയുടെ ചാനലിൽ കൂടാണ്. ബോഡിയുടെ അടുത്ത ദിവസം അമ്മയുടെ ഓഫീസിൽ അത് അരങ്ങേറി. നീനാക്കുറുപ്പിന് നേരെ ലക്ഷ്മിപ്രിയ പുഴുത്തു ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യം പറയുന്ന വോയിസ് ക്ലിപ്പ് കേൾക്കാത്തവർ ആരും തന്നെ ഇല്ലല്ലോ. അതേ ലക്ഷ്മിപ്രിയ തന്നെ നീനാക്കുറുപ്പിനെ അമ്മയുടെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. നീനാക്കുറുപ്പ് ആകെ സ്തംഭിച്ചു നിന്നുപോയി. വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാൽ ഇതാ തെളിവ് തരാം. പ്രശ്നങ്ങൾ തീരുന്നത് നല്ല കാര്യമാണ്. മനുഷ്യർ പരസ്പരം വൈരം മറന്ന് ജീവിക്കുന്നതാണ് ഉത്തമം. അതെ 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 അതെ, ഇത് ഒന്നും അല്ല കേട്ടോ, ഒറിജിനൽ സാധനം തന്നെ. ഇവരുടെയൊക്കെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ആല് കിളിച്ചാലും തണലാണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത് ഒന്നും അല്ല, തനി ഒറിജിനൽ സാധനം തന്നെ. എനിക്ക് ഉളുപ്പില്ല, നാണമില്ല, മാനമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അവർ തീർക്കട്ടെ. നല്ല കാര്യമല്ലേ, മനുഷ്യനാകുമ്പോൾ തെറ്റൊക്കെ പറ്റാം. അത് പറഞ്ഞ് തീർത്ത് ഉമ്മ വെച്ച് കൊടുത്ത് കെട്ടിപ്പിടിച്ച് പിരിയുന്നത് നല്ല കാര്യം. നമ്മൾക്ക് മനുഷ്യന്മാരാണ്, സഹിക്കണം, ക്ഷമിക്കണം എന്നൊക്കെ നല്ല കാര്യങ്ങളാണ് എന്നൊക്കെ നിങ്ങൾ പറയും, ശരിയാണ്. പക്ഷേ ഒരു 4 മാസം മുമ്പ് ഇവർ ഈ നീനാക്കുറുപ്പിനെ പറഞ്ഞ പറച്ചില് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ? കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടില്ലെങ്കിൽ അതിന്റെ ചെറിയൊരു പീസ് ഞാനൊന്ന് വെച്ചുതരാവേ. നിങ്ങളുണ്ടല്ലോ, ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ, മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും, ഒരു വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും. നിങ്ങൾ ആരുമായിട്ടാ ചേരുന്നത്? നിങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയെ പറഞ്ഞതാ. ഞാൻ ആരും എടുക്കാൻ തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. എന്റെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത റിസ്ക്. ആ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തിയ ഒരുത്തിയുണ്ടല്ലോ, നീ പുഴുത്തേ ചാവുള്ളൂ. നോക്കിക്കോടി, നിനക്ക് എന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശാപം നിനക്കുണ്ടാവും. നീ ഇത്ര വൃത്തികെട്ടവളാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നീ എന്റെ പേരിൽ എനിക്കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തവും ഇല്ല, മനസ്സിലായാ? നിനക്കുണ്ടല്ലോ ഒരു കാലത്തും നീനാക്കുറുപ്പേ ഞാൻ പറഞ്ഞു തരികയാണ്, നിന്റെ അന്തി ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കാണും. ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലുണ്ടല്ലോ കാണുന്നവരുണ്ടാവും, എന്റെ ആത്മാവെങ്കിലും കാണും. അത് നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്തേ നീ ചാവുള്ളൂ. നോക്കിക്കോ. പോയി കെട്ടിപ്പിടിച്ച് വിഷം പുഴുത്ത് ചാവും. ഇവരെയാണ് പോയി കെട്ടിപ്പിടിച്ചത്. ഈ ഒരു വോയിസ് വന്നതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് അമ്മയിൽ നടന്ന ഒരു പ്രശ്നമാണ്. ഈ അമ്മയുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവിടെയുള്ള അമ്മമാരെ കൊണ്ട്, എന്നുവെച്ചാൽ പ്രായം ചെന്ന നടിമാരൊക്കെ ഉണ്ടല്ലോ, അവരെ കൊണ്ട് ഒരു ഡാൻസ്, എനിക്ക് തോന്നുന്നു തിരുവാതിര സംതിങ് എന്തോ ആണെന്ന് തോന്നുന്നു, ഇവരെല്ലാം കളിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സജിത ബേട്ടി ആയിരുന്നു. അപ്പൊ ഈ അമ്മമാർക്ക് പല പല പ്രശ്നങ്ങളുള്ളതാണ്, മറവി ഉണ്ടാവും, സ്റ്റെപ്പൊന്നും പ്രോപ്പറായിട്ട് വരത്തില്ല. അപ്പം ഇവരുടെ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സജിത ബേട്ടി കളിക്കുന്നത് നോക്കി നിങ്ങൾ കളിച്ചാൽ മതി എന്നുള്ള തരത്തിലുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ഡാൻസ് പ്രോഗ്രാം ഇവർ സെറ്റ് ചെയ്തത്. അങ്ങനെ സ്റ്റേജിൽ ഡാൻസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് സജിത ബേട്ടി വന്നില്ല, സജിത ബേട്ടിയെ കാണുന്നില്ല. പിന്നെ ഈ അമ്മമാര് ഈ സജിത ബേട്ടി ഇല്ലാതെ എങ്ങനെയൊക്കെയോ ഡാൻസ് തെറ്റിയും ഒക്കെ അങ്ങനെയൊക്കെ കളിച്ച് ഒഴിവാക്കി. പിന്നീട് ലക്ഷ്മിപ്രിയ അറിയുകയാണ് സജിത ബേട്ടിയെ നീനാക്കുറുപ്പ് റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്തിനാ പൂട്ടിയിട്ടിരുന്നത്, സജിത ബേട്ടി എന്താ വരുന്നത് ഒന്നും അറിയില്ല. ലക്ഷ്മിപ്രിയ എങ്ങനെയോ അറിയുന്നു സജിത ബേട്ടിയെ നീനാക്കുറുപ്പിൽ റൂമിൽ പൂട്ടിയിട്ടു. അതിന്റെ രോക്ഷമാണ് ലക്ഷ്മിപ്രിയ ഈ കാണിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരോടുള്ള സ്നേഹം, അമ്മമാരെ ഡാൻസ് കളിപ്പിക്കാൻ, അവരുടെ പ്രോഗ്രാം കുളവാക്കിയവരോടുള്ള ആ ഒരു ദേഷ്യം, അതാണ് ലക്ഷ്മിപ്രിയ ഈ ഓഡിയോ സംഭാഷണത്തിൽ. ഇത് ഗ്രൂപ്പിലിട്ടതാണ്, ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട ഓഡിയോ ആണ്. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനും ഈ ലാസ്റ്റ് ഇറങ്ങിയ ഒരു ഇന്റർവ്യൂവിനകത്ത് ലക്ഷ്മിപ്രിയ കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഞാനൊന്ന് വെക്കാവേ. ഞാനിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട്
പിന്നെ ഞങ്ങൾക്കൊരു ഓൺലൈൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ ഞാൻ അവരോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് രേഖാമൂലം മാപ്പ് കത്തയച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് മുന്നിൽ എല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ പെൻഡ്രൈവ് അടക്കം നമ്മളെല്ലാം കൊടുത്തു. നമ്മുടെ ഫോണിലുള്ള രേഖകളെല്ലാം ഈ സജിത ബെട്ടി പറഞ്ഞതും മറ്റേ ഇത് പറഞ്ഞതും എല്ലാം പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ മാറി നിൽക്കാനോ ഞാൻ നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷ അനുഭവിക്കാനോ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഞാൻ കത്തയച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് വന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീന ചേച്ചി കരച്ചിൽ നിർത്തുന്നില്ല. 1 മാസത്തേക്ക് മാറി നിൽക്കണം എന്നൊരു തീരുമാനം വരുന്നു. അപ്പോൾ ആ 1 മാസം മാറി നിൽക്കാനും ഞാൻ തയ്യാറായിട്ടുണ്ട്. അത്രയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നീട് പലരും പറഞ്ഞ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് സജിത ബേട്ടി കള്ളം പറഞ്ഞതാണ്, അങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോഴും അങ്ങനെ സജിത ബേട്ടി ഇപ്രാവശ്യം ജനറൽ ബോഡിക്ക് വന്നിട്ടില്ല. നമ്മൾ അവരെയും കൂടി ഇരുത്തി ചോദിച്ചാലല്ലേ ഇങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കുറച്ച് കൂടുതലായിട്ടാണ് അതിനകത്ത് അതിവൈകാരികമായിട്ട് ഈ അമ്മ എന്ന ഇമോഷൻ അത്ര കൂടുതലായതുകൊണ്ട് ഞാൻ പെരുമാറിയത് മോശമായി പോയി. അപ്പൊ നീന കുറുപ്പ് സരിത ബേട്ടിയെ കൂട്ടിയിട്ടുണ്ടോ ഒന്നും അറിയില്ല. അതിനു മുമ്പേ ലക്ഷ്മിപ്രിയ അങ്ങോട്ട് ഇളകി അങ്ങോട്ട് അങ്ങോട്ട് ആടി. ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? അമ്മമാരുടെ പ്രോഗ്രാം കുളമാക്കിയ നീന കുറുപ്പിനെ വളരെ വിഷമത്തോടെ അത്രയും ദേഷ്യത്തോടെ ലക്ഷ്മിപ്രിയ തെറി പറഞ്ഞു, ചീത്ത വിളിച്ചു, ശപിച്ചു, പുഴുത്ത് ചാവടി എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിട്ട്? അമ്മമാരുടെ വികാരത്തെ തൊട്ടത് കൊണ്ട്. ഓക്കെ, ആ വോയിസ് ഏതാണ്ട് 10-17 മിനിറ്റോളം ഉണ്ട്. അത് മൊത്തം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ അമ്മമാരുടെ കാര്യം പറയുന്നത് വളരെ കുറച്ചാണ്. അതിനേക്കാൾ കൂടുതൽ ഇവരെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുകയാണ്. നിങ്ങളെ ഇവിടെ ആർക്കെങ്കിലും ഇഷ്ടമാണോ? നിനക്ക് വല്ല കഴിവുണ്ടോ? നീയൊക്കെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? നിങ്ങൾ അഭിനയിച്ച റോള് പറ. നിനക്ക് ഇച്ചിരി തൊലി വെളുപ്പുണ്ടോ? ഈ രീതിയിൽ അവരുടെ ഫേസിനെ പറ്റി, അവരുടെ അഭിനയിച്ച റോളിനെ പറ്റി അവരെ കംപ്ലീറ്റ്ലി വലിച്ചു കീറുന്ന രീതിയിൽ എന്തൊക്കെ ആക്ഷേപം പറയാവോ ആ രീതിയിലുള്ള മൊത്തം ആക്ഷേപവും ആ 17 മിനിറ്റിൽ ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന കാര്യം, ഇത് അമ്മമാരെ പറ്റി പറഞ്ഞത് കൊണ്ടൊന്നുമല്ല, ആ പ്രോഗ്രാം കുളവാക്കിയത് കൊണ്ടുമല്ല. ഇവർക്ക് ഈ നീന കുറുപ്പിനെ കണ്ടുകൂടാ, അതിനൊരു അവസരം കിട്ടിയപ്പം വെച്ചലക്കിയതാ. ഇതാണ് സംഭവം. അങ്ങനെ ഈ സാധനം ഇട്ടതിന് ശേഷം ഇത് കൈവിട്ടുപോയി. ഇത് ചർച്ചയായി, ഇവർക്കെതിരെ നടപടിയായി. ഒരാൾ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇവര് മാപ്പും കോപ്പും ഒക്കെ ആയിട്ട് വന്ന് എഴുതി കൊടുക്കുക, ആ പരിപാടിയൊക്കെ ചെയ്തത്. പറഞ്ഞ് മനസ്സിലായോ? നിലനിൽക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അല്ലാതെ നീന കുറുപ്പിനുള്ള ഇഷ്ടം കൊണ്ടോ ഇവർക്ക് തെറ്റ് മനസ്സിലായിട്ടോ ഒന്നുമല്ല. ഇവരുടെ ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവര് ഗ്രഡ്ജ് തീർത്തതാണ്. പഴയ എന്തോ പരിപാടി ഉണ്ടായിരുന്നു, അത് തീർത്തതാ. ഈ മാപ്പ് പറഞ്ഞെന്ന് പറയുന്നു. ഇപ്പൊ ഈ ഇഷ്യൂ വന്ന സമയത്ത് എത്ര ഇന്റർവ്യൂവിൽ ഈ നീന കുറുപ്പിനെ ഇരുന്ന് അപരാധിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ കണ്ടപ്പോ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത്, എന്റെ പൊന്നെ എന്തൊരു ഡ്രാമയാണ് ഇത്. ആ മനസ്സിന്റെ വലിപ്പം നിങ്ങൾ കാണാതെ പോകരുത്. ലക്ഷ്മിപ്രിയയുടെ ആ ഒരു മനസ്സിന്റെ വലിപ്പം, ആ കെട്ടിപ്പിടുത്തം കാണുമ്പോ തന്നെ നീന കുറുപ്പിനാണെങ്കിൽ അത് അയ്യോ പണ്ടാരം വന്ന് കെട്ടിപ്പിടിച്ച് പുല്ല് പോന്നതുമില്ല. ഈ ഒരു ഫേസ് എക്സ്പ്രഷനുമായിട്ടാണ് നീന കുറുപ്പ് നിൽക്കുന്നത്. പുള്ളിക്കാരത്തേക്ക് ഒരു താല്പര്യമില്ല. ലക്ഷ്മിപ്രിയ വന്നിട്ട് എന്റെ പൊന്നെ നാടക അഭിനയം. ഈ അഭിനയം സിനിമയിൽ കാഴ്ച വെച്ചിരുന്നെങ്കിൽ ഇവർക്ക് വല്ല നാഷണൽ അവാർഡും കിട്ടിപ്പോയേനെ. ഇനി നമുക്ക് ലക്ഷ്മിപ്രിയയുടെ ബാക്കി അപരാധം കേൾക്കാം. മറ്റേ ഇന്റർവ്യൂവിനകത്ത് അൻസിബെ അപരാധിക്കുന്നത്, ഇതിപ്പം നീന കുറുപ്പായിട്ടുള്ളതാണ്. ഇനി അൻസിബെ അപരാധിക്കുന്നത് ചേച്ചി ഒന്നും നിന്ന അപരാധമാണ്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരുപാട് ഹോട്ടൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഒരു മീഡിയം റേഞ്ച് ഒക്കെ ഉള്ളൂ. അങ്ങനെ സാവിത്രി ബാർ ഹോട്ടലിലാണ് പിന്നീട് ഇവർ താമസിക്കുന്നത്, പിറ്റേ ഷെഡ്യൂള് താമസിക്കുന്നത്. ഞാൻ അവിടെ താമസിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അവിടെയും വെളുപ്പിനെ 4 മണി 5 മണി ആയ സമയത്ത് ഇതേ പറയുന്ന മിഥിലാജ് അവിടെ വരികയും ഇതേ ID പ്രൂഫ് ചോദിക്കുകയും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്നവർ പറയും. ഇതേ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയും CCTV ഫൂട്ടേജസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ എല്ലാത്തിനും കോടതി. ഈ ഇന്റർവ്യൂവിന്റെ പാർട്ട് 1 ഈ മിഥിലാജ് രാവിലെ അൻസിബയുടെ റൂമിൽ വന്നു എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ആ അപ്പാർട്ട്മെന്റിലുള്ളവർ അൻസിബെ അവിടെ താമസിക്കാൻ സമ്മതിച്ചില്ല എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. അതുകൊണ്ട് ഇവർ വേറൊരു ബാർ ഹോട്ടലിൽ റൂം എടുക്കുന്നു. അവിടെയും 4 മണിക്ക് മിഥിലാജ് വന്നു. മിഥിലാജ് പോകുന്നിടത്തെല്ലാം ലക്ഷ്മിപ്രിയ ഇങ്ങനെ കണ്ണുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തോടെ മിഥിലാജിന്റെ മൂട്ടിലങ്ങാണ് നിങ്ങൾ GPS വല്ലതും ഘടിപ്പിച്ചിട്ടുണ്ടാ? കൃത്യമായിട്ട് സമയമടക്കം വന്ന് പറയുന്നത് എനിക്കതാ മനസ്സിലാവാത്തത്. അൻസിബയുടെ റൂമിൽ ആരൊക്കെ വരുന്നില്ല എന്ന് നോക്കിയിരിക്കലാണെന്ന് തോന്നി ഇവരുടെ പണി. സിനിമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാണ് ഇപ്പോഴത്തെ തൊഴില്. അൻസിബയുടെ റൂമിൽ 4 മണിക്കോ 5 മണിക്കോ എപ്പോഴെങ്കിലും ആരെങ്കിലൊക്കെ വരട്ടെ. അതിന് നിങ്ങൾക്ക് എന്താ നാണമില്ല? ഉളുപ്പുണ്ടോ ഈ സ്ത്രീക്ക്? ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ശുഷ്കാന്തി നോക്കണേ, ഭയങ്കര ശുഷ്കാന്തിയാ. ആ പറയുമ്പോഴുള്ള ആവേശം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോ നല്ലൊരു ഫ്രസ്ട്രേഷൻ മനസ്സിലുണ്ടെന്ന്. എന്തിനാണ് എന്താ
ഇനി അൻസിബയ്ക്ക് തന്നോട് വൈരാഗ്യം തോന്നാനുള്ള കാരണത്തെ പറ്റി പറയുന്നുണ്ട്. ഈ പോകുന്ന അൻസിബ, എല്ലാരെയും പ്രശ്നക്കാരാക്കുന്ന അൻസിബ, എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുന്ന അൻസിബ, ഇതൊന്നും ഞാൻ എൻ്റെ ചങ്ക് പൊട്ടിയിട്ടാണ് സുരേഷ് ചേട്ടൻ പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ എനിക്ക് അവിടെ കള്ളത്തരം പറയേണ്ട കാര്യമില്ല. ഞാനിത് തുറന്നു പറയുന്നത് അതെ, അതിൽ നമുക്കാർക്കും പരാതിയില്ല. അയ്യോ എങ്ങനെ ഒരു പരാതിയില്ല. പക്ഷെ ഞാൻ അപരാധിക്കും. ഒരു പരാതി എനിക്കില്ല. പക്ഷെ 4 മണിക്ക് അവൻ പോയി. എന്തിനു പോയി? അവിടെ പ്രശ്നമുണ്ടാക്കി. ഒരു പരാതി പക്ഷെ എനിക്കില്ല. പുണ്യാളത്തി. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഡിസംബറിൽ ഞാൻ ഈ എമൗണ്ട് തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തുനിന്ന് സെപ്റ്റംബറിൽ വാങ്ങിച്ചതല്ലേ, ഡിസംബർ വരെ എനിക്ക് പൈസ തന്നിട്ടില്ലല്ലോ. എനിക്ക് കാശിന് ആവശ്യം വന്നൊരു സമയത്ത് ഞാൻ പൈസ തിരിച്ചു ചോദിച്ചു. ആ കുട്ടി അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് തിരിച്ചു തരുകയും ചെയ്തു കേട്ടോ. എൻ്റെ അടുത്ത് രേഖയുണ്ട്, തന്നതിന് തെളിവുണ്ട്. അപ്പോൾ ഞാൻ ഈ കാശ് ചോദിച്ചത് ഇവൾക്കൊരു വിഷമമായി കണ്ടേക്കാം. പിന്നെ ചേച്ചിയുടെ അടുത്ത് 2 പ്രാവശ്യവും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അവൾ ഉത്തരവാദിത്തപ്പെട്ട് ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു കുട്ടിയാണ്, ജോയിന്റ് സെക്രട്ടറിയാണ്. അപ്പം ഈ 2 തവണയും കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഇനി അവർ തമ്മിലൊക്കെ എല്ലാവരുമായിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചോ എന്ന് എനിക്ക് അറിയില്ല. അപ്പം ഇത് ഞാൻ ചെന്ന് പറഞ്ഞു എന്നതായിരിക്കാം ഒരു പക്ഷേ ഈ കുട്ടി വിചാരിച്ചിരിക്കുന്നത്. എന്നോട് ചോദിച്ചവരുടെ അടുത്ത് പോലും എനിക്ക് അങ്ങനൊരു സംഭവം അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ക്യാമറയുടെ മുന്നിലാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത്. അപ്പോൾ ഈ പോലീസ് ഓഫീസർ ചോദിച്ചു, എവിടെ നമ്മുടെ ഹിൽ പാലസിൽ നിങ്ങൾ തമ്മിൽ മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ പറഞ്ഞത് വേറൊരു വിഷയമുണ്ട്, പക്ഷെ അത് അവരുടെ പേഴ്സണൽ കാര്യമുണ്ട്, അത് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം ടിനി ചേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതാണ് ടിനി ചേട്ടനോട് ഈ വൈരാഗ്യം വരാൻ കാരണം. ടിനി ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി അവിടെ ഈ കന്യാകുമാരി പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം അൻസിബയ്ക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ചേട്ടാ, എനിക്ക് എൻ്റെ അങ്ങനെ സംഭവമേ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ടിനി ചേട്ടൻ ഉടനെ പറഞ്ഞു, ഓ ലക്ഷ്മിയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ അടയും ചക്കരയല്ലേ, നിങ്ങൾ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ അങ്ങനെ, അത് അവരുടെ സ്വകാര്യമായ കാര്യമാണ്. അതിൽ എനിക്ക് എന്താണ്? അവർ കന്യാകുമാരി പോയാൽ എനിക്കെന്താ, പോയില്ലെങ്കിൽ എനിക്കെന്താ? അതിൽ ഏറ്റവും രസകരമായ സംഗതി എന്ന് വെച്ചാൽ, അന്ന് ഇവർ 3 ദിവസം ഒറ്റയ്ക്ക് റൂമിൽ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില്ലറ എല്ലാം കൂടെ പെറുക്കി 3000 രൂപയോളം ഞാൻ ആ കൊച്ചിൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ലല്ലോ ഇദ്ദേഹം വരുമെന്നും ഇവർ കന്യാകുമാരി പോകുന്നൊന്നും എനിക്കറിയില്ല. 3000 രൂപയും കൊടുത്തിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോഴത്തേനും ഇവിടെ ഈ പേടിഎമ്മും ഇതൊന്നും വർക്ക് ചെയ്യില്ല. ഒരു ഹിന്ദിക്കാരൻ പയ്യൻ്റെ കടയിൽ ഒരു എൻ്റെ മകൾക്ക് ചോക്ലേറ്റ് മേടിക്കാൻ ഒരു ചില്ലറ പോലും എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. മുഴുവൻ ചില്ലറയും ആ കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതൊക്കെ ആയിരിക്കാം എന്നോടുള്ള വൈരാഗ്യത്തിന് കാരണം. പക്ഷേ ഈ പറയുന്ന നന്മ മനസ്സ് നോക്കണേ, കയ്യിലുള്ള 3000 ചില്ലറ, മൊത്തം 3000 രൂപയുടെ ചില്ലറയാ. ചാക്കിനകത്താണോ ചില്ലറയിലൂടെ കൊണ്ടുപോകുന്നത്? 3000 രൂപയുടെ ചില്ലറ എല്ലാം കൂടെ. എന്നിട്ട് ട്രെയിനകത്ത് ചില്ലറയൊക്കെ കൊടുത്തതിന് ശേഷം ട്രെയിനകത്ത് വന്നിറങ്ങി ചില്ലറ പിന്നില്ല, മുട്ടായി മേടിക്കാൻ പോലും. മനസ്സ് നിങ്ങളെ കാണാതെ പോയരുത് കേട്ടാ, മനസ്സ്. അപ്പൊ അൻസിബയ്ക്ക് ലക്ഷ്മിപ്രിയയോട് വൈരാഗ്യം തോന്നാനുള്ള കാരണങ്ങൾ: 1, അത്യാവശ്യത്തിന് കുറച്ച് പൈസ 50,000 രൂപ ലക്ഷ്മിപ്രിയയോടത്ത് കടം ചോദിച്ചു. ലക്ഷ്മിപ്രിയ അത് കൊടുത്തു. ലക്ഷ്മിപ്രിയ അത് തിരിച്ചു ചോദിച്ചു. ഇതാണ് വൈരാഗ്യം തോന്നാനുള്ള ഒരു റീസൺ. പിന്നീട് 3000 രൂപ ചില്ലറ കൊടുത്തു. അതും കഴിഞ്ഞിട്ട് മിഥിലാജിനെയും അൻസിബയും റൂമിൽ കണ്ട കാര്യം ആരോടും പറയാത്തതിന്. ഇതൊക്കെയാണ് ലക്ഷ്മിപ്രിയയോട് അൻസിബയ്ക്ക് വൈരാഗ്യം തോന്നാനുള്ള കാരണം. ഈ പറയുമ്പോൾ ഇങ്ങനെ കഥ അടിച്ചു വിടുമ്പോൾ ഈ ജനങ്ങളാണ് ഇത് കാണുന്നത്. തലയിൽ ബ്രെയിൻ നിങ്ങളുടെ കൂട്ടി ചാണകമോ ചെളിയോ അല്ല. ഇത് വിശ്വസിക്കാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ പറ. കള്ളമാണെങ്കിലും ആൾക്കാർക്ക് വിശ്വസിക്കാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ പറ. ഇങ്ങനെ വന്നിരുന്ന് പടച്ചു വിടാതെ. പുള്ളിക്കാരത്തിന്റെ പറച്ചിലിട്ടതൊന്നും അൻസിബയെ പറ്റി ഞാൻ ഇന്നൊരു മോശം വാക്കുപോലും ആരെടുത്തും പറഞ്ഞിട്ടില്ലത്. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ കയറിയ സംഭവം ഉണ്ടല്ലോ, മറ്റേ ഒപ്പിടാൻ വേണ്ടിയിട്ട്, അതിനുശേഷം ഈ ലക്ഷ്മിപ്രിയ ആലപ്പി അഷ്റഫിനെ കോൾ ചെയ്യുന്നുണ്ട്. ആലപ്പി അഷ്റഫ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം പുള്ളിക്കാരന്റെ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ നടിമാരുടെ പേരോ ഇത് അൻസിബയാണെന്നോ ലക്ഷ്മിപ്രിയ ആണെന്നോ ഒന്നും പറയുന്നില്ല. ഇത് സൂചിപ്പിച്ച സമയത്ത് ഇത് ലക്ഷ്മിപ്രിയ ആലപ്പി അഷ്റഫിനെ വിളിക്കുന്നുണ്ട്. ഇത് ഇക്ക എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു. ആ സമയത്ത് അൻസിബയെ പറ്റി ഈ ആലപ്പി അഷ്റഫിന്റെ അടുത്ത് പറഞ്ഞ കാര്യം പുള്ളിക്കാരന്റെ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. അതൊന്ന് ഞാൻ വെക്കാവേ.
ഈ വിഷയത്തെക്കുറിച്ച് ലക്ഷ്മിപ്രിയ എന്നോട് സംസാരിച്ചപ്പോൾ അൻസിബയെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നതിനിടയിൽ അവൾ തീവ്രവാദിയാണിക്ക എന്ന് പറയുകയും ചെയ്തു. അത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണെന്നാണ് ഞാൻ കരുതിയത്. കൂടെ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കുറിച്ച് അവിഹിത കഥയും കൂടെ തീവ്രവാദി എന്ന വിളി കൂടി വന്നപ്പോൾ എനിക്ക് അവരോട് തോന്നിയ ആ സഹതാപം ഇല്ലാതായി. പിന്നീട് അവർ അൻസിബയെ കുറിച്ച് ചാനലിലൂടെ പരസ്യമായി പറയുന്നത് കേട്ടു, ഇതിന്റെ പിന്നിൽ മത തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ടെന്ന്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വർഗീയത പറഞ്ഞ് മറ്റുള്ളവരെ തീവ്രവാദിയാക്കി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇവരെ ജനം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. കേട്ടല്ലോ, ആലപ്പി അഷ്റഫിന്റെ അടുത്ത് വിളിച്ച സമയത്ത് പറയാണ് അവൾ വർഗീയവാദിയാണെന്ന്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അൻസിബ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട്. ആ രീതിയിൽ പുള്ളിക്കാരത്തിയെ മുദ്ര കുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ലക്ഷ്മിപ്രിയ. ഇതാണ് അൻസിബയ്ക്ക് ലക്ഷ്മിപ്രിയയോട് വൈരാഗ്യം തോന്നാനുള്ള കാരണം. ജിഹാദി വിളി മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഇതുപോലുള്ള അവിഹിത കഥകളും കൂടെ അടിച്ച് വിടുന്നുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ടീംസിനെ മടി വെച്ച് പൂജിക്കണം. സത്യത്തിൽ ഈ ലക്ഷ്മിപ്രിയക്കെതിരെ സ്വയമേ കേസെടുക്കണം, മതസ്പർദ്ധ വരുത്താൻ ശ്രമിക്കുന്നതിന്. ഇനി ഇത് കൂടാഞ്ഞിട്ട് അടുത്ത ആരോപണം അതുകൂടെ കേക്ക്. യൂട്യൂബേഴ്സ് അടക്കം ധാരാളം പേര് ഈ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. സത്യത്തിൽ ലക്ഷ്മിപ്രിയ മദ്യപിക്കാറുണ്ടോ? ഈ പറയുന്നവരൊക്കെ ഒരു തെളിവ് കൊണ്ടുവരട്ടെ, ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ എന്തെങ്കിലും കൊണ്ടുവരട്ടെ. പക്ഷേ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്ന അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബില്ലും ആ സ്ഥലവും ഡീറ്റെയിൽസും എല്ലാം എൻ്റെ ഈ ഫോണിലുണ്ട്. മറ്റേ ശങ്കരാടി ചോദിക്കുമ്പം കൈമലർത്തുന്ന പോലെ അല്ല. സെപ്റ്റംബർ 13 ബ്ലൻഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോ ബാറിൽ ഈ പറയുന്ന അൻസിബ ഹസൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നോൺ വെജ് കഴിക്കില്ല, അരിഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കാതിരിക്കണം. സർവോപരി അന്ന് എനിക്ക് പനി പിടിച്ചിട്ടിരിക്കുന്ന ഒരു സമയം. ആ കുട്ടിയോട് വേറൊരാളും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് അവര് ഭക്ഷണം കഴിച്ചതിന്റെയും അവര് കഴിച്ചതിന്റെയും ബില്ല് ഞാനാണ് പേ ചെയ്തത്. ഭക്ഷണം കഴിക്കുകയല്ലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രമാണെങ്കിൽ ഈ നിരപരാധിയായ എന്നെ അവിടെ കൊണ്ടുപോയത് എന്ത് കാര്യത്തിനാണ്? ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത എന്നെ എന്തിനാണ് അവിടെ കൊണ്ടുപോയത്? എന്തിനാണ്? അടുത്ത ആരോപണം, അൻസിബ ബാറിൽ പോയി മദ്യം കഴിച്ചു, പക്ഷെ ബില്ല് കൊടുത്തത് ഞാനാണ്. പുണ്യാളത്തി, ബില്ല് കൊടുത്തത് ഞാനാണ് കേട്ടോ. ഈ പുണ്യാളത്തിയുടെ പേരിൽ ഒരു അമ്പലം വല്ലതും പണിയാൻ പറ്റുമോ? കാര്യം ഇത്രയും വിശുദ്ധിയുള്ള ഒരു വ്യക്തിയെ നമുക്ക് കേരളത്തിൽ മഷിയിട്ട് നോക്കാൻ പോലും കാണാൻ പറ്റില്ല ഗൈസ്. അതെ അതെ, അല്ല അല്ല. പക്ഷെ ചിലരൊക്കെ ചെയ്യുമ്പോ അത് പിന്നെ എന്താ പറയാ, അത് ഭയങ്കര നിയമവിരുദ്ധമല്ലാത്തതും എന്നെ പോലത്തെ ആൾക്കാർ, ഇപ്പൊ ഞാൻ ചെയ്തു എന്നല്ല പറയുന്നത്, എന്നെ പോലത്തെ ഉള്ള ആൾക്കാർ ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ ആയാൽ, അവിടെ പോയാൽ, അവിടെ കൂട്ടിരുന്നാൽ, ഞാൻ പോയിട്ടേ ഉള്ളൂ, കയ്യും കെട്ടി അവിടെ നോക്കി ഇരുന്നിട്ടേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ എന്താ പറയാ നിയമവിരുദ്ധവുമാകുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങളല്ലേ. ഞാൻ പോയിട്ടേ ഉള്ളൂ, ഞാൻ കയ്യും കെട്ടി നോക്കി ഇരുന്നിട്ടേ ഉള്ളൂ. ആ പിക്ചർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അൻസിബ കുടിച്ച് കൂത്താടി ഇങ്ങനെ നിൽക്കുന്നു, കയ്യും കെട്ടി ഒരു മൂലയ്ക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന, പനി പിടിച്ച് തളർന്നിരിക്കുന്ന ലക്ഷ്മിപ്രിയ. എന്നിട്ട് ബില്ല് കൊണ്ടുവരുമ്പോൾ ബില്ല് കൊടുക്കടി എന്ന് പറയുമ്പോൾ ബില്ല് കൊടുക്കുന്ന ലക്ഷ്മിപ്രിയ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്രെയിം. കയ്യും കെട്ടിയിരിക്കുന്ന സമയത്ത് ശിവ ശിവ എന്ന് 2 നാമവും കൂടെ ചൊല്ലിയെന്നും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ സെറ്റായേനെ. വിശുദ്ധ സബീന ലക്ഷ്മിപ്രിയ ഭയങ്കര വിശുദ്ധയാണ് ഗൈസ്. അത്രയും സൽസ്വഭാവിയായിട്ടുള്ള ഒരു വ്യക്തി. ഇവരെ പറ്റിയാണല്ലോ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് തന്നെ ഒരു ബഹുമാനം തോന്നുന്നു ലക്ഷ്മിപ്രിയയോട്. അങ്ങനെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഈ അൻസിബയെ ഇവർ അപരാധിച്ചല്ലോ. അപ്പം ഭാഗ്യലക്ഷ്മി, ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ലക്ഷ്മിപ്രിയക്ക് അഗനിസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ പുള്ളിക്കാരത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ടു. വീഡിയോ ഞാനത് വെക്കാം. ഞാൻ ഈ വീഡിയോ ലക്ഷ്മിപ്രിയയ്ക്ക് വേണ്ടിയാണ് ഇടുന്നത്. ലക്ഷ്മിപ്രിയ, കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയ നിങ്ങളെ കടന്നാക്രമിക്കുന്നത് കാണുമ്പോൾ അത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അങ്ങനെ കടന്നാക്രമിക്കാനുള്ള കാരണക്കാരി ആരാണ്? നിങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ തന്നെ ഒരു വടി കൊടുത്തിട്ട് എന്നെ അടിക്കി എന്ന് പറയുന്ന മാതിരിയല്ലേ. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ യാതൊരു ബോധവും ഇല്ലാതെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നിങ്ങളുടെ കമ്മിറ്റിയും അൻസിബയും തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. പല 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 പ്രശ്നങ്ങളുണ്ടായി. അവർ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല, വളരെ നിസ്സാരമായി അതിനെ തള്ളിക്കളഞ്ഞു. അവർക്ക് പറയാനുള്ളത് അവർ പുറം ലോകത്തോട് വന്ന് പറഞ്ഞു. ഈ പുറം ലോകത്ത് വന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് അവർ രാജിവെച്ച്, അതായത് ആദ്യം അവർ രാജിവെക്കായിരുന്നല്ലോ, ആ രാജിവെച്ച് ഇറങ്ങിയപ്പോൾ
നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് അവർ മോശമായിട്ട് ഒരു പരാമർശം നടത്തിയോ? വ്യക്തിപരമായി ഒരു വ്യക്തിഹത്യ നടത്തിയോ? ജനറൽ ബോഡിയിൽ വെച്ച് അവർക്ക് പറയാനുള്ളത് അവർ തെളിവ് സഹിതം ജനറൽ ബോഡിയുടെ മുമ്പാകെ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഉത്തരം മുട്ടി നിങ്ങൾ രാജിവെച്ച് പുറത്തു വന്നു. പുറത്തു വന്നതിന് ശേഷം ഇനി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്ന പോലെ നിങ്ങൾ അൻസിബയെക്കുറിച്ച് കുറേ പുതിയ കഥകൾ ഇറക്കുന്നു. അത് വളരെ മോശമായ കഥകൾ, ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കഥകൾ. അവൾ മദ്യപിക്കും, അവൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾക്ക് മറ്റൊരു പയ്യനുമായിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം? അൻസിബ മദ്യപിക്കോ അല്ലെങ്കിൽ അൻസിബ ഒരു പയ്യനുമായിട്ട് ബന്ധം അടുപ്പം ഉണ്ടെങ്കിൽ അത് അൻസിബയുടെ സ്വകാര്യ കാര്യം. അതും നിങ്ങളുടെ AMMA എന്ന് പറയുന്ന സംഘടനയുമായിട്ട് എന്താണ് ബന്ധം? അതാണോ നിങ്ങളുടെ പ്രശ്നം? അൻസിബ മദ്യപിക്കുന്നതോ അൻസിബയ്ക്ക് ഒരു പുരുഷ സുഹൃത്തുള്ളതോ ആണോ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണായ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പരദൂഷണം പറയുന്നത് ലക്ഷ്മിപ്രിയ? അതുകൊണ്ടല്ലേ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഒരു പരിഹാസ്യയാകുന്നത്? പ്ലീസ് ദയവേത് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തും. നിങ്ങൾക്ക് അൻസിബയുടെ അഭിപ്രായത്തിനോട് എതിരഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി മുഖാന്തരം സംസാരിക്കൂ. തെളിവെല്ലാം കയ്യിലുണ്ടെങ്കിൽ കോടതി വഴി സംസാരിക്കൂ. അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു കഥകൾ ഇറക്കി വിടരുത്. ഉള്ളതോ ഇല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒരാളെക്കുറിച്ച് സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്തുമ്പോൾ ഈ 2026 ആരും ആ പെൺകുട്ടിയെ തെറ്റിദ്ധരിക്കില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അത്തരം കുലസ്ത്രീ പരിവേഷമൊക്കെ എന്നേ കടന്ന് സ്ത്രീകൾ ഒരുപാട് മുൻപോട്ട് വന്നു ലക്ഷ്മിപ്രിയ. ദയവീത് അത് മനസ്സിലാക്കൂ. അതുകൊണ്ട് അൻസിബയോട് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങൾ ഒരു അഭിമുഖത്തിൽ കൂടെയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെയോ നിങ്ങൾ സംസാരിക്കൂ. അല്ലാതെ അൻസിബയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. അതിന് അധികാരം നിങ്ങൾക്കില്ല. അത് നിങ്ങൾ സംസാരിക്കും തോറും സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ പരിഹാസ്യയാകും. സമൂഹം നിങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. പ്രിയ ലക്ഷ്മിപ്രിയേ, ദൈവത്തെ 24 മണിക്കൂറും വിളിച്ച് നടന്നിട്ടോ ഫേസ്ബുക്കിൽ മുരുകന്റെ DP ഇട്ടോ ഞാനൊരു പുണ്യാളത്തിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടന്നിട്ടോ എനിക്ക് 23 വർഷമായി ഒരു ഭർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നടന്നിട്ടോ ആരും ഇവിടെ നല്ലവളാകുന്നില്ല. ക്വാളിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ക്വാളിറ്റി അത് വേണം. അത് നിങ്ങൾ ഇനി എത്രയൊക്കെ പുട്ടിയൊക്കെ ഇട്ട് പിടിപ്പിച്ച് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അല്ല, സിനിമയ്ക്കകത്ത് സുരാജ് പറയുന്ന പോലെ ഉള്ളിക്കിടക്കുന്ന തൊട്ടിത്തരങ്ങളൊക്കെ തള്ളി തള്ളി പുറത്തോട്ട് വരും. നിങ്ങളുടെ നാവ് സാക്ഷി. അതാ പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ല. അൻസിബയ്ക്ക് അത് ഉണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ തെറി വിളിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ആൻഡ് ഭാഗ്യലക്ഷ്മി ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം 23 വർഷം കൂടെ താമസിച്ച ലക്ഷ്മിപ്രിയയുടെ സ്വന്തം ഭർത്താവ് ജയേഷ് ഭാഗ്യലക്ഷ്മിക്കെതിരെ എഗനിസ്റ്റായിട്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ വന്നിരുന്നു. ഞാൻ അതിന്റെ ചെറിയൊരു ഭാഗം വെക്കാമേ. തീർച്ചയായിട്ടും ചേച്ചിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ചേച്ചി എന്നെ പിന്നെ വേറെ ഒന്നും വിചാരിക്കുന്നത് ഞാൻ ചേച്ചി കുറ്റപ്പെടുത്താനോ ചേച്ചി വിഷമിപ്പിക്കാനോ അല്ല വന്നത്. ചേച്ചി ഇന്നും എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ചേച്ചി സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു മനസ്സിൽ ചേച്ചി വലിയ ബിംബം തന്നെയാണ്, വലിയ വിഗ്രഹം തന്നെയാണ്. ചേച്ചി അത്രയ്ക്ക് ടാലന്റഡ് ആണ് അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, ചേച്ചി എന്തിനാണ് നമ്മൾ വീഡിയോ ചെയ്തത്? ഇപ്പോൾ ചേച്ചി ഒരു വീഡിയോയിൽ വന്ന കാര്യം പറഞ്ഞില്ല, ഞാൻ ചേച്ചി ഫോൺ വിളിച്ചിട്ട് പറയുള്ളൂ. അപ്പോൾ ചേച്ചി ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ചേച്ചി ട്രൈ ചെയ്തു, ഫോണിൽ ട്രൈ ചെയ്തു, പക്ഷേ കിട്ടിയില്ല. എനിക്ക് എന്നാൽ നമ്പർ മാറി തോന്നുന്നു, എൻ്റെ കയ്യിലുള്ള നമ്പർ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്ന ഒരു മൊണ്ണയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ. ഇവരുടെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. 23 വർഷം കൂടെ താമസിച്ചതിന്റെ കുണമെല്ലാം കാണിക്കുന്നുണ്ട്. അത് മനസ്സിലായി. കുറച്ച് കാര്യങ്ങളോട് പുള്ളി പറയുന്നുണ്ട്, അതുകൂടെ ചേർന്ന് വെക്കാം. അപ്പോൾ പലരും പറയുന്നത് അത് നമുക്ക് പ്രശ്നമല്ല. നമ്മൾ കണ്ടുപോലാത്ത ആൾക്കാർ, കേട്ടുപോലാത്ത ആൾക്കാർ, വെറുതെ ഫ്രെയിമിലോ സിനിമയിലോ സീരിയലോ TV-യിലോ കണ്ടുള്ള പരിചയം വെച്ച് മാത്രം നമ്മളെ വെച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കുഴപ്പമില്ല, അതിൻ്റെ സമയമാകുമ്പോൾ അത് നിർത്തിക്കൊള്ളു നമുക്കറിയാം. പക്ഷേ അവരുടെ ഇടയിലേക്ക് ചേച്ചിയെ പോലെയാണ് ഇത്രയും ഫാമിലിയായിട്ട് ബന്ധത്തോടെ ഒരാൾ വന്നിട്ട് ലക്ഷ്മിപ്രിയ, ഞാൻ ലക്ഷ്മിപ്രിയോട് സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെടാൻ ഇഷ്ടമില്ലാത്തവരാണ്. പെണ്ണുങ്ങളുടെ കാര്യമല്ലായിരുന്നു. അല്ലെങ്കിൽ നല്ലൊരു സാരി ഒരു പെണ്ണെടുത്ത് വന്നാൽ അത്രയും നല്ല സാരി കൊടുക്കാത്തൊരു പെണ്ണിന് അവരോട് ദേഷ്യം തോന്നും. ദേഷ്യം നല്ല അസൂയ. അവരുടെ സാരി ഉണ്ടല്ലേ, അവരുടെ മേക്കപ്പ് ഉണ്ടല്ലേ, അപ്പോൾ അവർക്ക് ഇത്രയും മുടിയുണ്ട്, ഇത്രയും മുടി കൊണ്ടുവരുന്നത് അതൊന്ന് കട്ടി വെച്ച് ഇവിടെ പോകാൻ നേരത്തെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ പറയാം. പെണ്ണുങ്ങൾക്ക് അസൂയ വിഷമം പറയാൻ ചെറിയ സമയത്ത് ആണുങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ നല്ല ഷർട്ട് അവിടെ ഭയങ്കര ഇഷ്ടമുള്ള നല്ല ഭംഗിയുണ്ട്, നീ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടായി പോകും, പഴയപോലെയല്ല, ഇങ്ങനത്തെ ഡ്രസ്സ് കൊണ്ട് നീ ഇടാനായിട്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് ആൺകുട്ടികളുടെ. പിന്നെ അതിനകത്ത് കുശുമ്പന്മാർ കാണുമ്പോൾ അറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് അത്രയും പിള്ളേരുടെ അസൂയം കുശുമ്പൊന്നും അത്രയും.
പക്ഷേ ആ ഘട്ടത്തിലേക്ക് ഞാൻ ചേച്ചിയെ പെടുന്നില്ല. ചേച്ചിക്ക് സാധാരണ ഒരു പരിചയം, വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, നമ്മുടെ വീട്ടിലൊരു ബന്ധുവിനെ പോലെ തന്നെയാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. എത്രയോ വർഷങ്ങളെ, ഒരു 30-35 വർഷമായിട്ടുള്ള ബന്ധം ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി എന്തിന്റെ പേരാണെന്ന് ശരി, ചേച്ചിക്ക് കേട്ട് കേൾവി മാത്രമുള്ള കാര്യമാണ്. അപ്പോൾ ചേച്ചി വന്നിട്ട് ഒന്ന് വിളിച്ചിട്ട് ചോദിക്കാം, മോളെ എന്താണ്. ഇതിനു മുമ്പ് ചേച്ചി വിളിച്ചില്ല. ഇതിനു മുമ്പ് ചേച്ചി ഇത്രയും പ്രശ്നങ്ങൾ ലക്ഷ്മിയെ ഇത്രയും ആളുകളിട്ട് വിളിച്ചപ്പോഴും, അല്ലെങ്കിൽ ഇത്രയും വീഡിയോസ്, നെഗറ്റീവ് വീഡിയോസ് വന്നപ്പോഴും അത് ചേച്ചി ഒന്ന് വിളിച്ചിട്ട് എന്താണ് മോളെ ഇങ്ങനെ കാണുന്നത്, എന്താ പ്രശ്നം, അല്ലെങ്കിൽ ചേച്ചി പോലെ വീഡിയോ ഷൂട്ട് ചെയ്ത് സമൂഹത്തിന് മുന്നിൽ സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ലക്ഷ്മി എന്ന് പറയുന്നത്, ഇതാണെങ്കിൽ ഇത്രയുള്ള കാര്യം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്, അതായിരിക്കും നിങ്ങൾ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വാക്ക് ചേച്ചി പറഞ്ഞില്ല. ചേച്ചി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആരാണോ ഇതിനകത്തുള്ള മറ്റൊരു പ്രതി, ഞാനൊരു പേര് പോലും പറയുന്നില്ല. കാരണം ഇനി അതിന്റെ പേരിൽ ലക്ഷ്മിയുടെ ഭർത്താവ് വന്നിട്ട് എന്നെ പറ്റി മോശം പറഞ്ഞു, എന്റെ പേരെടുത്ത് പറഞ്ഞു, അങ്ങനെ ഞാനങ്ങനെ ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതാണ്. നമ്മളെപ്പോഴും എവിടെയാണ് സന്തോഷം എന്ന് നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്വന്തമായിട്ട് ചേച്ചി ചേച്ചിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ചേച്ചി ഒരാളെ ഒരു യൂട്യൂബറുടെ വീട്ടിൽ കയറി ചെന്നു. വേറൊരു കുട്ടിയും സഹായത്തിന് കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പേര് പറയുന്നില്ല, ഞാൻ അവർക്ക് എന്നോട് വിരോധം വേണ്ട, എല്ലാവരും കണ്ട വീഡിയോ അറിയാവുന്ന കാര്യം. അപ്പോൾ അവിടെ ചെന്നിട്ട് കരിവൂലായിട്ട് മുഖത്ത് വിളിച്ചിട്ട് അയാൾ തല്ലി ചീത്ത വിളിച്ചു. അപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ആ കുട്ടിയും ലക്ഷ്മി തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കോടതിയിൽ ചെന്ന് പട്ടികടക്കം കോടതിയിൽ ചെന്ന് സംസാരിച്ചപ്പോൾ എന്താണ് പൊതുസമൂഹത്തിൽ ഇത്രയും മോശമാകുന്ന ആൾക്കാർ എന്തെല്ലാം പറയുന്നത്, ഇതൊക്കെ ചേച്ചി പറഞ്ഞു. പക്ഷേ അങ്ങനെ ചേച്ചി തോന്നിയെങ്കിൽ ചേച്ചി ഞങ്ങൾ പേഴ്സണലി വിളിച്ച് ചേച്ചി കാര്യം ചോദിക്കാൻ പറയാൻ പറ്റും. ചേച്ചി ഇതുവരെ വേണ്ടിയില്ല. ഭാര്യയിലുള്ള സ്നേഹം നോക്കണേ ഗൈസ്. ഇത്രയും സപ്പോർട്ടീവ് ആയിരുന്നു ചേട്ടൻ, നമുക്കറിയില്ലായിരുന്നു. ഭാഗ്യലക്ഷ്മി ലക്ഷ്മിപ്രിയയെ പറ്റി ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അത് സഹിക്കാൻ വയ്യാതെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. ഭർത്താവിന്റെ സ്നേഹം, ഇങ്ങനെ ഒരു ഭർത്താവിനെ കൊതിക്കണം. ചുമ്മാ നല്ല 23 വർഷം നിങ്ങളുടെ ദാമ്പത്യം ഇത്ര സക്സസ്ഫുൾ ആയിട്ട് അടിയും മഴക്കൊന്നും ഇല്ലാതെ പോയത്. പക്ഷെ അന്ന് അൻസിബ ഒരു മെസ്സേജ് അയച്ച സമയത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ, ഒരു മാരത്തോൺ അടി 1-2 മാസം നീണ്ടു നിന്നാണല്ല അറിഞ്ഞത്. അതിനെപ്പറ്റി മറ്റേ ആലപ്പി അഷ്റഫിന്റെ അടുത്ത് ലക്ഷ്മിപ്രിയ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞെന്നും പറയുന്നു. അതോടെ ഞാൻ പുള്ളി പറയുന്നതെന്ന് വെക്കാവേ. ഈ എപ്പിസോഡ് കണ്ട ലക്ഷ്മിപ്രിയ എന്നെ ഫോണിൽ വിളിച്ച് ഇക്കായോട് ഈ വിവരം ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിച്ച വിവരമാണെന്ന്. അപ്പോൾ ലക്ഷ്മിപ്രിയ എന്നോട് പറഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു, അൻസിബയോട് പറഞ്ഞു, എന്റെ ഭർത്താവ് ജയേഷിനെ വിളിച്ച് നീ അയച്ച മെസ്സേജിൽ ഒരു സത്യവുമില്ല, ഞാൻ വെറുതെ തമാശക്ക് അയച്ചതാണെന്ന് ഒന്ന് പറയണമെന്ന്. എന്റെ കുടുംബജീവിതം ഇതിന്റെ പേരിൽ ആകെ പ്രശ്നത്തിലാണ്. ഇവിടെ ഇതിന്റെ പേരിൽ വലിയ വഴക്ക് നടക്കുകയാണ്. നീ ഇത് വെറുതെ അയച്ചതാണെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവൾ വിളിച്ച് പറയാമെന്ന് എന്നോട് പറഞ്ഞെങ്കിലും അവൾ അത് ചെയ്തില്ല. പിന്നീട് ഞാൻ വിളിക്കുമ്പോഴൊന്നും എന്റെ ഫോണും എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പരാതിപ്പെട്ടത്. അയാൾ എന്നെ കണ്ടമാനം ഉപദ്രവിച്ചു, പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. ചേട്ടന്റെ സ്നേഹം കൂടിയതാണെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പോഴും തല്ലാറുണ്ടോ ചേട്ടാ? കാരണം അന്നത്തെക്കാളും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ വല്ലാത്തൊരു പൊസസീവ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഭയങ്കര ഒരു കെയറിങ് സെറ്റായി. ചേട്ടന്റെ അറിവിലേക്ക് ഞാൻ ഒരു വീഡിയോയും കൂടെ ഞാൻ വെക്കാം. നമ്മുടെ മറ്റേ പുള്ളി ശാന്തിവിള അണ്ണൻ പറയുന്ന ഒരു വീഡിയോ ആണ്. സത്യാവസ്ഥയൊന്നും നമുക്കറിയത്തൊന്നുമില്ല. എന്തായാലും ഞാനൊന്ന് വെക്കാം. അണ്ണൻ അറിയാവുന്ന ആരെ പറ്റിയാണെന്ന് തോന്നുന്നു അയാൾ പറയുന്നത്. ഇതൊക്കെ ഇപ്പൊ ഓർത്തത്, തുണി എടുക്കാൻ സമയമില്ലാത്ത ഒരുത്തി ഒരു യുവ നടിയെ തോൽപ്പിക്കാനായി അവളുടെ മുറിയിൽ മിഥിൽ രാജ് വന്നു. വെളുപ്പിന് 4 മണിക്ക് ഞാനത് കണ്ടു. പിന്നെ ഞാൻ അവക്ക് മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അവളത് കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ വാചകം അടിക്കുന്ന കണ്ടപ്പോൾ ഭർത്താവ് ഉദ്യോഗസ്ഥന് നന്നായി അറിയാവുന്ന തൻ്റെ വ്യഭിചാര കഥകൾ കൂടി ഓർക്കുകയും പറയുകയും ചെയ്യാമായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അവക്ക് മദ്യം. അപ്പോൾ എവളും വെള്ളമടിക്കാറിയാണെന്ന് മനസ്സിലായില്ലേ. ഞാൻ 4 മണിക്ക് അവളുടെ റൂമിൽ ചെന്നപ്പോൾ മിഥിൽ രാജ് അവളുടെ റൂമിലിരിക്കുന്നു. ഇവളെന്തിനാ 4 മണിക്ക് വേറെ ഡ്യൂട്ടിക്ക് പോയിട്ട് പോയതായിരിക്കും, മനസ്സിലായോ? അല്ലെങ്കിൽ ഇവക്ക് പോലീസിൻ്റെ ചുമതലയുണ്ടോ വല്ലവളുടെയൊക്കെ റൂമിൽ 4 മണിക്ക് റെയ്ഡ് നടത്താൻ? എന്ത് പറയാൻ? തനിക്കതിനുള്ള എന്ത് യോഗ്യതയുണ്ട് എന്നുകൂടി ഈ പറയുന്ന നപുംസകം ചിന്തിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൂറി തോപ്പിക്കുക എന്ന് പറയും പോലെ നാറ്റി തോപ്പിക്കാനാണ് ഈ കക്ഷി ഇറങ്ങിയിരിക്കുന്നത്. ഇതും ഇതിൻ്റെ അപ്പുറം ചിലപ്പോൾ ഇനി പറയാം നാളെ. ചേട്ടൻ അറിയാവുന്ന ആരെയെ പറ്റിയാണെന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞത്. എന്താണെങ്കിലും ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ നടക്കുമോ എന്തോ. കാര്യം ഒരു മെസ്സേജിന്റെ പേരിൽ ഇങ്ങനത്തെ പുകിൽ നടക്കാമെങ്കിൽ ഇതിന്റെ പേരിൽ എന്തൊക്കെ നടക്കാം. പാവം ഞങ്ങളുടെ ലക്ഷ്മിപ്രിയ ഒന്നും ചെയ്യല്ലേ ചേട്ടാ. മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടമായി പോകും. അപ്പം ചേട്ടന്റെ സ്നേഹം ഇച്ചിരി കുറയ്ക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കൂടുതലൊന്നും എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ള. അപ്പം എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? വേറെ വീട്ടില്. അപ്പൊ ശരി.